5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. വൃക്ഷങ്ങളും കാടുകളും സംരക്ഷിക്കുക, വനപ്രദേശങ്ങൾ വിപുലീകരിക്കുക, ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം. ദിവസേന അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും തന്മൂലം ആഗോളതാപനം ഉണ്ടാവുകയും ചെയ്യും. ഭൂമിയുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ജൈവ വൈവിധ്യം പ്രധാന പങ്കാണ് വഹിക്കുന്നത്. ആരോഗ്യകരമായ ഒരു ആവാസ വ്യവസ്ഥ മനുഷ്യരിൽ രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കാനടക്കം സഹായിക്കും. പ്രകൃതി നമുക്ക് മനോഹരമായ പലതും നൽകിയിട്ടുണ്ട്. അവയെ സംരക്ഷിക്കാൻ ഓരോ പൌരനും ഉത്തരവാദിത്തമുണ്ട്. പരിസ്ഥിതിക്ക് ദോഷമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക എന്നതാണ് പ്രധാനം. മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുക, പ്ലാസ്റ്റിക് കത്തിക്കുക എന്നീ പ്രവൃത്തികളെല്ലാം പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്നവയാണ്. എന്താണ് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുക, എന്താണ് ഗുണപ്രദമാവുക എന്ന സാമൂഹ്യ അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യത്തിന് അറുതി വരുത്തുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാനും അവബോധം നൽകാനുമുള്ള ആശയങ്ങളാണ് പരിസ്ഥിതി ദിനാചരണം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ തൈ നട്ടുപിടിപ്പിക്കലും പരിസ്ഥിതി അവബോധ ക്ലാസുകളും സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ വെറും പരിസ്ഥിതി ദിനാചരണത്തിന് മാത്രം നടുന്നതാകരുത് ഓരോ തൈകളും. അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ പരിസ്ഥിതി ബോധം കൂടി ഉളവാകുന്നത്.